പുഴത്തീരത്തൂടെ നടക്കാനും പുഴയുടെ കളകള ശബ്ദം കേട്ട് പുഴത്തീരത്തിരിക്കാനും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുമേഷ് ജോസ്. ഞാൻ UK-യിൽ സ്റ്റോക്ക്പോർട്ടിലാണ് താമസിക്കുന്നത്. ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് അധികം ദൂരമല്ലാത്ത ഒരു നദിയുടെ തീരത്താണ്. ഈ നദിയുടെ പേര് ഗോയിറ്റ് റിവർ എന്നാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് UK-യിലെ ഓട്ടം സീസണാണ്. അപ്പോൾ ഈ നദിയുടെ തീരത്തൂടെ നടന്ന് നമുക്ക് UK-യിലെ ഓട്ടം വിശേഷങ്ങൾ കാണാം. ഇവിടെ പിന്നെ പാമ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് കാട്ടിൻ്റെ ഇടയിൽ കൂടെ ഒന്നും നടക്കാൻ പേടിക്കണ്ട. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെ എത്തുമെന്ന് നോക്കട്ടെ. വേണ്ട, അടിപൊളി വ്യൂ അല്ലേ. ഞാനിപ്പോൾ ഈ പുഴയുടെ അരികിലാണ്, തൊട്ടരികിലാണ് നിൽക്കുന്നത്. കണ്ടോ, വെള്ളത്തിൽ കാല് കൈ നല്ല തടുപ്പ്. അന്ന് നമ്മൾ ഭയങ്കര കിടന്നെടുക്കണല്ലോ കേട്ടോ. ഒന്ന് കുളിക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അടിപൊളി വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഞാനിനി ഈ പുഴയുടെ അരികിൽ കൂടെ ഒന്ന് നടന്ന് നോക്കാൻ പോണേനെ. ഇവിടം വരെയും നടക്കാൻ പറ്റും എന്ന് നോക്കട്ടെ. ഇപ്പം എൻ്റെ പുറകിൽ കണ്ടോ, എൻ്റെ പുറകിലൊരു പാലമുണ്ട്. ആ പാലം കയറിയിട്ടാണ് ഞാൻ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നത്. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഈ വഴിയാണ് നടക്കാൻ പോകുന്നത്. ഈ വഴി അങ്ങോട്ട് നടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഓട്ടമാണെങ്കിലും ചെറിയൊരു വെയിൽ വന്നിട്ടുണ്ട്. അതെന്തായാലും നന്നായി. നമുക്കധികം തണുപ്പ് കൊള്ളാണ്ട് പോകാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഞാൻ ഈ വഴിയൊന്ന് നടന്നു നോക്കട്ടെ, എവിടെ എത്തുമെന്ന് നോക്കാം. ഇത് വോക്ക് വേ ആയതുകൊണ്ട് മൊത്തം നല്ല കണ്ടോ. കേട്ടോ, അടിപൊളി വഴിയല്ലേ കേട്ടാ. എനിക്കിതുപോലത്തെ വഴികളാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ മിക്കവാറും ഈ ഗ്രാമപ്രദേശത്തും ഈ മലയുടെ മുകളിലും ഒക്കെ ഈ വീഡിയോ എടുക്കാൻ പോകണമെന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട് ചിലപ്പോൾ. എനിക്കിതുപോലത്തെ ചെളിക്കുണ്ടുകളും ഇതുപോലെയുള്ള നാടൻ വഴികളൊക്കെയാണ് എനിക്കിഷ്ടം. ഞാൻ ചിലപ്പോൾ ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് വന്ന ഒരാളായതുകൊണ്ടായിരിക്കും ഇത് മറ്റുള്ളവരെ കാണിക്കാനാണ് എനിക്കിഷ്ടം. ഇത് കണ്ടോ, ഇവിടെ കൂടെ നമുക്ക് ഈ പുഴയുടെ അരിയിലോട്ടൊക്കെ ഇറങ്ങിപ്പോവാം. എൻ്റെ ഇവിടെ ഒരു വഴിയുണ്ട്, ഇതിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോവാം. കണ്ടോ, അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഈ പുഴയുടെ തീരത്ത് ഇത് കണ്ടോ, ഈ വുഡിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റണമെന്ന് പറഞ്ഞാണ്ടല്ലോ, ആ അടിപൊളി എക്സ്പീരിയൻസ്. ഞാനിപ്പോൾ കുറേ നാളായിട്ട് സ്വപ്നത്തിൽ പോലും ഞാനിങ്ങനെയൊന്നും ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടാവില്ല. കണ്ടോ, ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ UK-യിലെ ഓട്ടം. കണ്ടല്ലോ, മരങ്ങളൊക്കെ ഇല കൊഴിച്ച് ഇലയെല്ലാം താഴ്ത്ത് കിടപ്പുണ്ടോ. ഇല കൊഴിച്ച് വിൻ്ററിന് വേണ്ടി പ്രിപ്പയർ ആകുകയാണ്. മഞ്ഞിനെ സ്വീകരിക്കാനായിട്ട് മരങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കേട്ടോ, ഇതാണ് ഓട്ടം ലീഫ് എന്ന് പറയുന്നത്. ഇത് ഈ പുഴയുടെ തീരത്തൂടെയുള്ള വഴിയാണ് കേട്ടോ. ഇവിടെ നിന്നുണ്ടോ ലക്ഷറി കോട്ടേജും സ്പായും അതും ഇതൊക്കെ ഉണ്ട്. നോക്കിയാൽ ലീഫ് നോക്കിയേ.
ഇങ്ങോട്ട് വഴിയാ, നല്ല അടിപൊളി വഴി. ഞാൻ അടിപൊളി എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ നല്ല വൃത്തിക്കുറവൊന്നുമില്ല, ഭംഗിയുള്ള നടക്കാൻ സുഖമുള്ള വഴിയൊന്നുമല്ല, ചെളിയൊക്കെ പിടിച്ച വഴീനെയാണ് ഞാനിപ്പോൾ അടിപൊളി എന്ന് ഉദ്ദേശിച്ചേട്ടോ. അതായത് പ്രകൃതിയുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കുക. അങ്ങനെ നടക്കാൻ താല്പര്യമുള്ളവർ ഇവിടെ കൂടെ ഈ എൻ്റെ അയൽവക്കത്ത് താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. റിവറിൽ താറാവുകളൊക്കെ പോകുന്നുണ്ട്. ഒരു അണ്ണാൻ കയറി പോകണുണ്ടോ മരത്തിലോട്ട്? ഒരു മിനിറ്റ്. വേറെ അറിയൂ അണ്ണാൻ? ഇതുണ്ടോ അതിനകത്ത്? അണ്ണൻ്റെ കൂടാണോ അത്? നോക്കിയേ, കാണോ ഒരു അണ്ണാനൊക്കെ ഉണ്ടോ? നോക്കി കാട്ടൊക്കെ ഒരു ചെറിയ ഇതെന്താ, ചെറിപ്പഴമാണ്. ഇത് കുഴപ്പമൊന്നുമില്ല, കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഈ കാണുന്ന ആർട്ട് വർക്ക് സെയിൻറ്റ് ചാടുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. 7-ാം നൂറ്റാണ്ടിലെ ഒരു വിശുദ്ധനാണ് ഈ സെയിൻറ്റ് ചാഡ്. അദ്ദേഹത്തിൻ്റെ ഒരു ചാപ്പൽ ഇതിൻ്റെ അടുത്തുണ്ട്. ചാട് ക്രിക്ക് എന്ന് പറഞ്ഞുള്ളൊരു ചാപ്പലാണ്. അപ്പോൾ അത് കാണാനായിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഈ വഴി കൂടെ പോയി കഴിഞ്ഞാൽ ഈ ചാപ്പലിൽ എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് വഴി കൂടെ പോവാം. അതെ, ഇത് ചാപ്പലിൻ്റെ എൻട്രൻസ് ആണ്. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇതിൻ്റെ ചുറ്റുപാടും. ഇവിടെ ആൾക്കാർ വെഡ്ഡിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു ചർച്ചും കൂടെയാണിത്. കാരണം ഇത്ര പഴയ ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചർച്ചിൽ വെഡ്ഡിങ്ങൊക്കെ നടത്താനായിട്ട് ഇവിടെ കുറേയധികം ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് അടച്ചിട്ടേക്കണതാണ്. കാരണം ഈ കൊറോണയുടെ പ്രോബ്ലംസൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ അടച്ചിട്ടേക്കണമെന്ന് അവിടെ നോട്ടീസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കാണാമായിരുന്നു. 13-ാം നൂറ്റാണ്ടിലാണ് ഈ ചാപ്പൽ ഇവിടെ നിർമ്മിക്കപ്പെട്ടതെന്ന് പറയപ്പെടുന്നത്. അതിനുശേഷം ഇത് വളരെ കാലം നെഗ്ലക്റ്റ് ചെയ്യപ്പെട്ട് കിടന്ന് 18-ാം നൂറ്റാണ്ടിൽ ഇപ്പോൾ കാണുന്ന രൂപത്തിൽ ഇത് റിസ്റ്റോർ ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. ഈ ചാപ്പലിൻ്റെ പരിസരം വളരെ മനോഹരമായിട്ടാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നത് ഈ ചാപ്പലിനോട് കൂടെയുള്ള റിക്രിയേഷൻ റൂമാണ്. നമുക്ക് എന്തെങ്കിലും പരിപാടികളൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ നടത്താൻ പറ്റും. സെയിൻറ്റ് ചാഡിൻ്റെ പേരിൽ ബർമിംഗാമിലൊരു കത്തീഡ്രലുണ്ട്. അത് UK-യിലെ ആദ്യത്തെ കാത്തലിക് കത്തീഡ്രലായിട്ടാണ് അറിയപ്പെടുന്നത്. 1841-ലാണ് അത് നിർമ്മിക്കപ്പെട്ടത്. ഈ മരം കണ്ടോ, ഇത് സാധാരണ വിൻ്ററിൽ ഇല കൊഴിക്കാറില്ല കേട്ടോ. ഈ ചാപ്പലിനോട് ചേർന്ന് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ ഏരിയ ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ഓട്ടം സീസൺ ആയതുകൊണ്ട് പൂക്കളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ ഗാർഡൻ്റെ ശരിക്കുള്ള ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഏരിയ തന്നെ, ഈ സ്ഥലത്ത് തന്നെ ഞാനിനി അടുത്ത സമ്മറിൽ വരാൻ ശ്രമിക്കും. അപ്പോൾ അതിൻ്റെ ശരിക്കും പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന ആ സീസണിൻ്റെ ഭംഗി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അതായത് 3 സീസണും ഈ ഒരു സ്ഥലത്ത് തന്നെ വന്ന് ആ 3 വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ UK-യിലെ കാലാവസ്ഥ മാറ്റങ്ങൾ നമുക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ സമ്മർ വ്യത്യാസമുണ്ടാവും, അതായത് ഓട്ടം, വിൻ്റർ, സമ്മർ, സ്പ്രിങ്, ഇങ്ങനെ ഓരോ കാലാവസ്ഥ മാറ്റങ്ങളും നമുക്ക് ശരിക്കും ഈ പ്രകൃതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് UK എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ ഇവിടെ അടുത്ത്
സെൻചാർഡിൻ്റെ ഒരു കിണറുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എവിടെയാണെന്ന് നോക്കാം. മരത്തിൻ്റെ അങ്ങേയറ്റത്തൊരു കൂട്ടുകാരൻ ഇരിപ്പുണ്ട്, ഒരെണ്ണാൻ. നോക്കട്ടെ, കാണാൻ പറ്റുമോ ഒന്ന് സൂം ചെയ്താൽ കാണാൻ പറ്റുമായിരിക്കും. കണ്ടോ അതിൻ്റെ വാലുണ്ടോ? അണ്ണന്മാർ ഇഷ്ടംമാതിരി ഉണ്ട് ഇവിടെ. സെൻചാർഡിൻ്റെ കിണർ എവിടെയാണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കിണർ ഉള്ളത്. കിണറെന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പറായിട്ടുള്ള കിണറല്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കുറച്ച് വെള്ളം അതിനകത്തുണ്ട്. ഇത് ഈ 13-ാം നൂറ്റാണ്ടിൽ ഉള്ള ഒരു സംഭവമാണെന്ന് നോക്കണം. ഇപ്പോൾ അത് ഉപയോഗിക്കാത്ത ഒരു സാധാരണ ഒരു കിണറെന്നും ഉള്ള ഒരു പേരിൽ അറിയപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതുണ്ട് അതിൻ്റെ പുറകിൽ കണ്ടോ, അടിപൊളി ഒരു കോട്ടേജ്. ഇതൊരു മലമുകളിലാണ് കേട്ടോ. നല്ല രസമല്ലേ? ഇവിടെയൊക്കെ ഒരു 2 ദിവസമൊക്കെ ഒന്ന് താമസിക്കാനായിട്ടൊക്കെ പറ്റിയത് നല്ല ഇതായിരുന്നു. ഇനി ഈ റോഡ് മുകളിലോട്ട് കയറി പോകുന്നുണ്ട്, പക്ഷേ ഞാനിവിടെ കൊണ്ട് എൻ്റെ യാത്ര അവസാനിപ്പിക്കുകയാണ്. കണ്ടോ പുറകിൽ കോട്ടേജ് ഉണ്ടോ? അടിപൊളി. UK ഓട്ടവും പുഴക്കരിയിലൂടെയുള്ള നടത്തവും പള്ളിയും ഈ പരിസരങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകളുമായി ഇനിയും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളെ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.